ഖത്തറിൽ ഇപ്പോൾ ഈ രക്ഷ എന്ന് പറയുന്ന പ്രോജക്റ്റിനെതിരായിട്ട് പർപ്പസ്ഫുള്ളി ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നു എന്നുള്ളത് ശ്രദ്ധയപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോവും ചെയ്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. ഒരു ഗതികേടാണ് സത്യം പറഞ്ഞാൽ. നമ്മളൊരു നല്ല കാര്യത്തിന് ഇറങ്ങുക, അപ്പോൾ അതിൽ എന്താ പറയുക, ദോഷൈകതർക്കുകൾ എന്ന് പറയും, അതുപോലുള്ള കുറേ ആളുകൾ അതുമായിട്ട് ഏറ്റുപിടിച്ച് വരിക എന്ന് പറയുന്ന സമയത്ത് ഒരു ഗതികേട് എന്ന് മാത്രമേ എനിക്ക് വ്യക്തിപരമായിട്ട് പറയാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ആവട്ടെ, ഇപ്പോൾ ആ സാഹചര്യത്തിലേക്ക് കടക്കുക. നമ്മൾ ഇതിൽ ഞാൻ 10 വർഷത്തെ എൻ്റെ ഖത്തറിലെ ദുരിത ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഞാൻ മാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ ചുരുങ്ങിയ കുറച്ച് പേർ ഇങ്ങനൊരു അസോസിയേഷൻ, ഇന്ത്യൻ പ്രവാസി മൂവ്മെൻ്റ് എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ രൂപീകരിച്ചത്. അതിനുശേഷം നമ്മൾ ഈ സംഘടനയെ വിപുലപ്പെടുത്തിയിട്ടുള്ളത് മൊത്തവും ഇന്ന് ഖത്തർ ജയിലിലും ദുബായ് ജയിലിലും ഉള്ള ആളുകളുടെ ബന്ധുക്കളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെയാണ് ഇതിലുള്ള അംഗങ്ങൾ, അവർ തന്നെയാണ് ഇതിൻ്റെ ഗുണഭോക്താക്കളും. ഇവരുമായിട്ട് ചർച്ച ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും മുമ്പോട്ട് പോകുന്നത്. ഇതിൽ ICBF-ൻ്റെ പ്രസിഡന്റ് വന്നിട്ട് പറയുന്നത് കേട്ടു, നമ്മൾ ICBF-ഉമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്ന്. ICBF-ഉമായിട്ട് ബന്ധപ്പെടാൻ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഫണ്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് എന്തെങ്കിലും ടിക്കറ്റ് എടുത്ത് കൊടുക്കാനും അതുപോലെ തന്നെ മെഡിക്കൽ അസിസ്റ്റൻസ് ചെയ്യാനുള്ള ഫണ്ടല്ലേ ICBF-നുള്ളത്? ഒരു ചെക്ക് കേസിന് കിടക്കുന്ന, ഒരു 50,000 റിയാലിൻ്റെ ചെക്ക് കേസിന് കിടക്കുന്ന ആളെ പോലും ഇറക്കാനുള്ള ഫണ്ട് ICBF-ന് ഇല്ല എന്നുള്ളതാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ മനസ്സിലാക്കുന്ന അതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ അതുമാത്രമല്ല കേട്ടോ, ഞാൻ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. നിങ്ങളുടെ ഇമ്മീഡിയറ്റ് പാസ്റ്റ് പ്രസിഡന്റിനെ ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്, കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ പരിപാടിക്ക് നമ്മുടെ ലോഞ്ചിന് ക്ഷണിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ പല ആളുകളെയും, ഖത്തറിലുള്ള പല ആളുകളെയും. അപ്പോൾ വരാതിരുന്നത് പലരും വന്നിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് അങ്ങനെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. പിന്നെ അതുമാത്രമല്ല, അത് നോമ്പിൻ്റെ തലേ ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും വരാതിരുന്നത്. നിങ്ങൾ എൻ്റെ പേര് ഇതിനകത്തൊരു പ്രശ്നമാക്കി എടുക്കരുത്, ഈ കാണുന്ന ആളുകൾ പോലും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ടുന്നത് ഒരു പർട്ടിക്കുലർ ആളുകളാണ് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ദയവ് ചെയ്ത് ചിന്തിക്കരുത്. കാര്യം എന്താണെന്ന് അറിയാമോ? ഈ ജയിലിൽ കിടക്കുന്നവർക്ക് അങ്ങനെയുള്ള ഒരു അഡ്രസ്സും ഇല്ല. ജയിലിൽ കിടക്കുന്നവൻ മാത്രമാണ് അവർ. നമ്മളെല്ലാവർക്കും വേണ്ടി വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, അതും ഇനിയിപ്പോൾ ഈ കളക്ട് ചെയ്യുന്ന പണമെന്ന് പറയുന്നത് ഈ ജയിലിൽ കിടക്കുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആക്ഷൻ കൗൺസിൽസ് ഉണ്ട്. ജില്ലാ തലത്തിൽ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് ആക്ഷൻ കൗൺസിൽസ്. അവർ തന്നെയാണ് ഈ കാശ് കളക്ട് ചെയ്യുന്നത്, അവർക്ക് തന്നെയാണ് നമ്മൾ കാശ് കൈമാറുന്നതും. അവർ തന്നെയാണ് ഖത്തറിലേക്ക് ഈ കാശ് എത്തിച്ചിട്ടോ അല്ലെങ്കിൽ ഈ മലയാളികൾ കൊടുത്തിട്ടുള്ള കേസാണെങ്കിൽ ഇവിടെ തന്നെ സെറ്റിൽ ചെയ്തിട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് അത്രേ ഇതിനകത്ത് സ്കോപ്പുള്ളൂ. കാര്യം ഇത് ഒരു സമൂഹത്തിൽ നടക്കുന്ന ഒരു ദുരിതാവസ്ഥയെ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയും ജനങ്ങളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയവിശാലതയുള്ള ആളുകളുടെ സഹായം വാങ്ങിക്കൊടുക്കുകയും ചെയ്യുക മാത്രമാണ് ഇതിനകത്ത് നമ്മളുടെ റോളെന്ന് പറയുന്നത്. മറ്റൊരു റോളും ഈ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അത് ഇന്ന് ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് ഇന്ന് ചെയ്യും, നാളെ കിടക്കുന്ന ആളുകൾക്ക് നാളെയും ചെയ്യും. ഇതിനു മുമ്പ് ICBF-ഓ ICWF-ഓ ഈ ഖത്തർ ജയിലിൽ കിടന്നിരുന്ന നാവൽ ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ട് 8,40,00,000 രൂപ ചെലവഴിച്ചു, നിയമസഹായം നൽകുന്നതിനായി ചെലവഴിച്ചു എന്നുള്ള ഒരു വാർത്ത പാർലമെൻറ്റിൽ വന്ന സമയത്ത് മന്ത്രി അത് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചതാണ്. നമ്മൾ അതിനെതിരായിട്ട് റെഡ് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പത്രവാർത്തയും വന്നിട്ടുണ്ട്. ഇന്നിപ്പം കോർട്ട് സിറ്റിംഗ് ആയിരുന്നു, ഇന്ന് നോട്ടീസ് ആയിട്ടുണ്ട്. ഖത്തർ എംബസിക്ക് നോട്ടീസ് ആയിട്ടുണ്ട്, ഇന്ത്യൻ എംബസിക്ക് നോട്ടീസ് ആയിട്ടുണ്ട്, ഇന്ത്യൻ ഗവൺമെൻറ്റിന് നോട്ടീസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ശത്രുത തോന്നുമെങ്കിൽ നിങ്ങൾ ഈ എംബസി ഈ കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് മാത്രമല്ലേ ഞങ്ങൾക്ക് ഇതിനകത്ത് ഇടപെടേണ്ടി വന്നിട്ടുള്ളത്. നിങ്ങൾ നാളെ മുതൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്യും എന്നൊരു ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഞങ്ങളിതാ ഇപ്പോൾ പിൻവാങ്ങി. ഒരു പ്രശ്നമില്ല അതിനകത്ത്. നിങ്ങൾ ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ആളുകൾ എന്ത് ചെയ്യണം? നിങ്ങൾ മറ്റു രാജ്യക്കാരെ നോക്കൂ, ഓരോ സ്ഥലത്തും നിങ്ങൾ നോക്കൂ. നിങ്ങൾ ഏതെങ്കിലും ഒരു കോടതിയിൽ പോകുക പതിവുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ആ ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് ചെയ്യുക പതിവുണ്ടോ? നിങ്ങൾ മുമ്പ് ICBF-ൻ്റെ 100 റിയാൽ മാസത്തെ കൊണ്ടുപോയി കൊടുക്കാറുണ്ടായിരുന്നില്ലേ? അതുപോലും നിങ്ങൾ നിർത്തിയില്ലേ? ജയിലിലുള്ള ആളുകൾക്ക് എന്താണ് മറ്റൊരു വഴിയുള്ളത്? അവരെയാണ് ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഈ ജയിലിൽ കിടക്കുന്ന ആളുകളെ. ജയിലിൽ കിടക്കുന്ന ആളുകളുടെ പണം ഇനി അവിടെയുള്ള എന്താ പറയുക, ചില ആളുകൾ, ഒരു കോക്കസ്, അവർക്ക് ഇനി ഞങ്ങൾ കേസ് നടത്തി തരാമെന്നൊന്നും പറഞ്ഞിട്ട് തട്ടി തിന്നാൻ കഴിയില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനാണ് ഞങ്ങളുടെ അസോസിയേഷൻ നിൽക്കുന്നത്.
ഇത് അഹംഭാവമായിട്ടൊന്നും പറയല്ല കേട്ടോ. ഗതികെട്ടവരാണ്. ഇനിയും ഗതികെടുത്തരുത്. ഇവരെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മുമ്പോട്ട് വരിക. നിങ്ങൾ ഈ ഒരു കാര്യം കൊണ്ട് അതിനകത്ത് ഒരു വക്കീലെന്ന് പറഞ്ഞിട്ട് ഒരാളെന്നെ വിളിച്ചിരുന്നു. അയാൾ പറഞ്ഞ പോലെ നമ്മൾ രാജ്യദ്രോഹമാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഇത് രാജ്യദ്രോഹമാണെങ്കിൽ അതിനുള്ള എന്ത് കോൺസിക്വൻസ് ഫേസ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. ഓക്കെ, ഈ രാജ്യദ്രോഹം ചെയ്യാൻ വേണ്ടി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ഞങ്ങൾക്ക് കുറേ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ കാണുക ആ കാര്യങ്ങൾ. എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഇട്ടിട്ട് ദുരിതപൂർണമായ വഴികളിലൂടെ സഞ്ചരിക്കുന്ന കുടുംബങ്ങളെ വീണ്ടും ദുരിതത്തിലേക്ക് തള്ളിയിടുകയല്ല വേണ്ടുന്നത്. നിങ്ങളുടെ വാശി തീർക്കേണ്ടുന്ന സ്ഥലം ഇതല്ല സുഹൃത്തെ. പാവപ്പെട്ടവർ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പൊക്കോട്ടെ. 15 വർഷവും 10 വർഷമൊക്കെയായി ഓരോരുത്തരും ജയിലിൽ കിടക്കുന്നത്. ജയിലിൽ കിടന്ന് എത്ര ആളുകൾ മരിച്ചു? നിങ്ങൾ എന്ത് ചെയ്തു അവർക്ക് വേണ്ടിയിട്ട്? എംബസിയോടും ICBF-നോടും ഒക്കെ ഉള്ള ചോദ്യം ഇതാണ്. ഈ ജയിലിൽ കിടന്ന് കൃഷ്ണേട്ടൻ മരിച്ച സമയത്തും വിനീത് മരിച്ച സമയത്തും അബ്ദുറഹ്മാൻ മരിച്ച സമയത്തും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളോട് എനിക്ക് വെറുപ്പില്ല, പക്ഷെ നിങ്ങളൊന്ന് ശരിയായി വരേണ്ടുന്നതില്ലേ ഇതിനകത്ത്? നിങ്ങൾ സ്വയം ഒന്ന് ഒരു ആത്മപരിശോധന നിങ്ങൾ നടത്തണം. ഞാൻ പറഞ്ഞത് പ്രകാരമുള്ള തെളിവുകളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത്. ഓക്കെ, വെറുതെ സംസാരിച്ച് പോവുകയല്ല. ഇത് നിങ്ങൾക്ക് കാണാം ഇവിടെ. ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഞങ്ങൾ പലർക്കും വേണ്ടി സബ്മിറ്റ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ കോപ്പികളാണ്. ഇതല്ല, വേറെ 2-3 ഫയൽ കൂടെ ഉണ്ട്. ഇതിൽ നമ്മുടെ ഇന്ത്യൻ എംബസിയുടെ റിപ്ലൈ കാണാം. ഇവരെ നാട്ടിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ഇത് ഓരോരുത്തരും കൊടുത്തിട്ടുള്ളതാണ്. ഇതിൽ മനസ്സിലാവുന്നത് ഖത്തർ ആൻഡ് ഇന്ത്യ ഡസ് നോട്ട് ഹാവ് എനി എക്സിസ്റ്റിംഗ് ട്രീറ്റി ഫോർ ട്രാൻസ്ഫർ ഓഫ് സെൻറ്റൻസ്ഡ് പേഴ്സൺസ് എന്ന് പറഞ്ഞിരിക്കുന്നു ഇതിനകത്ത്. ഖത്തറും ഇന്ത്യയും തമ്മിൽ അങ്ങനെ ഒരു ട്രീറ്റി 2015 മുതൽ ഒപ്പുവെച്ച് നിലവിലുണ്ട്. അത് ഖത്തർ ഗവൺമെന്റ് റാറ്റിഫിക്കേഷൻ ചെയ്ത് തരികയാണ് വേണ്ടുന്നത്. അതിനുവേണ്ടി ഇന്ത്യ ഗവൺമെന്റ് എംബസി ഒന്നും ചെയ്യാതെ ചുമ്മാതെ ഇരുന്നിട്ട് അങ്ങനെ ഒരു കാര്യമേ ഇല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ പേരിൽ നമ്മൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആ കേസ് ഫയൽ ചെയ്തതിന്റെ ഫയലാണിത്. ഓക്കെ, ഇത് ഹൈക്കോടതിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. അനിത മുതൽ പേരാണ് ഇത് കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മളുടെ അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് അജീഷ് എസ് ബ്രൈറ്റ് എന്ന് പറയുന്ന ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റാണ്. ഇത് ഓരോ സമയത്തും കേസ് ഇന്ന് സിറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്ന് ഇവർക്ക് എല്ലാവർക്കും വീണ്ടും നോട്ടീസ് ആയിട്ടുണ്ട്. ഇതിൽ ഓരോരുത്തരും ഓരോ ആളുകളും ഒപ്പിട്ട് തന്നിട്ടുള്ള വക്കാലത്താണ്. ഈ കേസ് നടത്താൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ഒപ്പിട്ട് തന്നിട്ടുള്ള വക്കാലത്തുകൾ. ഇത്രയും അട്ടി വക്കാലത്തുകളാണ് ഓരോരുത്തരും സൈൻ ചെയ്ത് തന്നിട്ടുള്ളത്. ഓക്കെ, ഞങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് വളരെ ശക്തമായിട്ട് ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. കോടതിയിലുണ്ട്. ഇപ്പം ഇതൊക്കെ ആയിരുന്നാലും സോഷ്യൽ മീഡിയ എന്നൊക്കെ പറഞ്ഞ് പോയിരുന്നാൽ പോലും അതിൻ്റെ എല്ലാം മുകളിലാണ് ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത്. അതൊരാൾ വെറുതെ കയറിയിട്ട് എന്തെങ്കിലും വീഡിയോ ഇടുന്നത് കൊണ്ടൊന്നും ഇല്ലാണ്ട് ആവൂല ആ കേസുകളൊന്നും. ഓക്കെ, ഇത്രയേ പറയാനുള്ളൂ.